പാഠം 662. പ്രതീക്ഷിക്കാത്ത ചില സഹായങ്ങൾ. ഇതങ്ങനത്തെ വലിയ വാർത്താക്കണ കാര്യം എന്താണ്? കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും ആൺകുട്ടികൾ മുമ്പിലായിരുന്നല്ലോ. അന്ന് പത്രക്കാർ ഇങ്ങനെ ഇത് കണ്ടില്ലല്ലോ. ഇപ്പൊ മോഹനേട്ടൻ ഈ പറയുന്നത് വിവരക്കേട്. കാലാകാലങ്ങളായി സിവിൽ സർവീസിൽ ജയിച്ചെത്തുന്നതിൽ കൂടുതൽ പേരും ആൺകുട്ടികളായിരുന്നു. അതൊരു സാധാരണ സംഭവമായിരുന്നോണ്ട് വാർത്തയായില്ല. എന്നാ ഇപ്പത്തെ അവസ്ഥ അതല്ലല്ലോ. പെൺകുട്ടികൾ കൂടുതൽ ജയിച്ചു, അപ്പോ അതൊരു വാർത്തയായി. അത്ര വലിയ വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നില്ല. മോഹനേട്ടനല്ലെങ്കിലും തോന്നൂല. കാരണം എല്ലാ കാലവും ആണുങ്ങൾ തന്നെയായിരിക്കും എല്ലാ അധികാര സ്ഥാനങ്ങളിലും എന്ന് ഓർത്തിരിക്കുന്ന മോഹനേട്ടനെ പോലുള്ളവർക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ ദഹിക്കാതെ വരുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. കാലാകാലമായി എല്ലാ അധികാരങ്ങളും ആണുങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ. അത് കയ്യിൽ നിന്ന് പോയി തുടങ്ങി എന്നുള്ളതാണ് ഇവിടുത്തെ സത്യം. നിന്നെ പോലുള്ള പെണ്ണുങ്ങൾ അങ്ങനെ പലതും പറഞ്ഞിരിക്കും. പക്ഷേ ആണുങ്ങൾ തന്നെയായിരിക്കും സമൂഹത്തിൽ എക്കാലവും ഉയർന്ന സ്ഥാനത്ത്. ഇത് സാറിന്റെ സ്വപ്നം. ഇത്തവണ സിവിൽ സർവീസ് ജയിച്ചതിൽ പകുതിയോളം പെൺകുട്ടികളാണ്. അടുത്ത കൊല്ലം ഇത് ഇനിയും കൂടും. ചുരുക്കി പറഞ്ഞ അടുത്ത 7-8 കൊല്ലം കൊണ്ട് സിവിൽ സർവീസിൽ പെൺമേധാവിത്വം വരും. അതായത് ജില്ലാ കളക്ടർമാർ, വകുപ്പ് സെക്രട്ടറിമാർ, പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ പെണ്ണുങ്ങളായിരിക്കും. ഉയർന്ന അധികാര സ്ഥാനങ്ങളിൽ പെണ്ണുങ്ങൾ നിറയുന്നതോടെ അധികാരവും സ്ത്രീകളുടെ കയ്യിലായിരിക്കും. മോഹനേട്ടനെ പോലുള്ളവർ ഒന്ന് സൂക്ഷിക്കും, നല്ലതാ. ഇപ്പോഴത്തെ മുഷ്കൊക്കെ മാറ്റിവെച്ച് സ്ത്രീകളുടെ മുന്നിൽ മാഡം എന്ന് വിളിച്ചു നിൽക്കേണ്ട അവസ്ഥ ഉടനെ വരും. ഹലോ, അതെ. ആ, നളിനി, എന്തായി? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നമ്മളൊരു കേസ് ഏറ്റെടുത്തിട്ട് പിന്നെ അത് വാദിക്കില്ലെന്ന് പറയാൻ പറ്റുമോ? ഓ, വക്കാലത്തൊഴിയാനുള്ള അവകാശമൊക്കെ വക്കീലന്മാർക്കുണ്ട്. പക്ഷെ അതൊരു മര്യാദയാണോ? എനിക്കറിഞ്ഞൂടാ. നീ സാധാരണ സാറുമായിട്ട് സംസാരിക്കേ. എനിക്കിതിൽ ഇടപെടാൻ പറ്റില്ല. ശരി, വക്കീലെന്ന് പറഞ്ഞ് നടക്ക്. ഏത് കേസാണ് വാദിക്കേണ്ടത്, ഏതാണ് വാദിക്കേണ്ടാത്തതെന്ന് തീരുമാനിക്കുന്നത് വക്കീലന്മാരായിരിക്കണം, അല്ലാതെ വക്കീലിന്റെ വീട്ടുകാരാവരുത്. മനസ്സിലായില്ല മോഹനേട്ടാ, എന്റെ കൂടെയുള്ള നളിനിയാ. അവള് കഴിഞ്ഞ ദിവസം ഒരു കേസിന്റെ വക്കാലത്തേറ്റു. ഒരു ചെക്ക് കേസാണ്. വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങി എതിർകക്ഷിക്ക് നോട്ടീസ് അയച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾ അറിയുന്നത് എതിർകക്ഷി നളിനിയുടെ ഭർത്താവിന്റെ അടുത്ത സുഹൃത്താണ് എന്ന്. ഇപ്പൊ അയാള് നളിനിയെ കേസ് വാദിക്കാൻ സമ്മതിക്കുന്നില്ല. എന്റെ വളരെ അടുത്തൊരു സുഹൃത്തിനെതിരെ നീ കേസ് വാദിച്ചാൽ ഞാൻ എതിർക്കുമല്ലോ. എന്തിന്? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അത് കൊടുക്കൂ? അപ്പൊ മോഹനേട്ടൻ പറയും ആഫീസുകാര്യം ആഫീസില്, വീട്ടിലെ കാര്യം വീട്ടില് എന്ന്. അതുപോലെ തന്നെയല്ലേ തിരിച്ചും വേണ്ടത്? ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ. എനിക്ക് സർക്കാർ ചട്ടങ്ങൾക്കനുസരിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റൂ. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല. നിനക്ക് ഇഷ്ടമുള്ള കേസുകൾ ഏറ്റെടുക്കുകയും ഇഷ്ടമല്ലാത്തത് ഒഴിവാക്കുകയും ചെയ്യാം. ശരി, സമ്മതിച്ചു. പക്ഷേ എന്റെ ഇഷ്ടം തന്നെ ആയിരിക്കണമല്ലോ നടക്കേണ്ടത്. അല്ലാതെ ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കേസ് നടത്താനും നടത്താതിരിക്കാനും പ്രയാസം തന്നെയായിരിക്കും മോഹനേട്ടാ. നളിനി ഇപ്പൊ ആ കക്ഷിയെ പിണക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് അവൾ അറിയും. അത് ഉറപ്പുള്ള കാര്യമാണ്. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ കേസ് വാദിക്കുമായിരുന്നു. നിന്നെപ്പോലുള്ള പെണ്ണുങ്ങളുടെ ശരിക്കുള്ള സ്വഭാവം ഇതാണ്. സ്വന്തമായി ജോലിയും വരുമാനവും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ അഭിപ്രായങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ ഒരു വിലയും കൽപ്പിക്കാതെ തോന്നും പോലെ തീരുമാനങ്ങൾ എടുക്കുക. പക്ഷേ ഒരാവശ്യം വരുമ്പോ ഈ പറയുന്ന ഭർത്താവേ ഉണ്ടാവും. മനസ്സിലായില്ല. ഈ നളിനി ഇപ്പോ ഭർത്താവിന്റെ കൂട്ടുകാരനെതിരെയാണല്ലോ കേസ് വാദിക്കുന്നത്. ആ കേസുമായി നളിനി മുന്നോട്ട് പോയാൽ അയാൾക്ക് അത് പ്രയാസമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഭർത്താവിനെ ധിക്കരിച്ച് അവൾ കേസ് നടത്തി ജയിച്ചു എന്നിരിക്കട്ടെ.
അത് കഴിഞ്ഞ് അവൾക്കൊരാവശ്യം വരുമ്പോ പനിയോ തലവേനയോ വന്നാൽ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഭർത്താവ് തന്നെ വേണ്ടേ? അല്ലാതെ അവൾ കേസ് ചെയ്യിപ്പിച്ച കക്ഷി വരൂ? ഇതൊക്കെ എവിടുത്തെ ന്യായാണ് മോനേട്ടാ? ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെ വിളിച്ച് പറയാൻ പറ്റുമോ? ഭർത്താവ് തന്നെ അവളെ ആശുപത്രി കൊണ്ടുപോണ്ടേ? ഞാനാണെങ്കിൽ കൊണ്ടുപോകില്ല. എന്ന് വെച്ചാ എനിക്കിഷ്ടമില്ലാത്ത കേസ് നീ വാദിച്ചു നിന്നിരിക്കട്ടെ. അത് കഴിഞ്ഞ് നീ എന്താവശ്യം പറഞ്ഞാലും ഞാനത് ചെയ്യില്ല. ഭർത്താവിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്ത ഭാര്യയെ സഹായിക്കേണ്ട ബാധ്യത ഭർത്താവിന് ഇല്ല എന്നർത്ഥം. ഇവിടെ ഭർത്താവിനെ ബഹുമാനിക്കാത്തല്ലോ മോഹനേട്ട പ്രശ്നം. നളിനിയുടെ ജോലി കാര്യത്തിൽ ഭർത്താവ് ഇടപെടുന്നതല്ലേ? ഇടപെടും. ഭാര്യമാർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുകയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യതയും ഭർത്താക്കന്മാർക്കുള്ളതാണ്. അവരത് ചെയ്യുമ്പോ ഇഷ്ടക്കേട് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഉദാഹരണത്തിന് നമ്മുടെ കാര്യം. ഇവിടെ ഞാൻ ഭർത്താവും നീ ഭാര്യയുമാണല്ലോ. പറച്ചില്ല അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ പ്രയോഗത്തിൽ മോഹനേട്ടൻ വീട്ടുകാരനവരും ഞാൻ വേലക്കാരി. അതെനിക്ക് തോന്നൽ. ഈ വീട്ടിലെ ഗൃഹനാഥനായ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നിനക്ക് തെറ്റുകൾ പറ്റാതെ ശ്രദ്ധിക്കുക, നിനക്ക് ആവശ്യമുള്ള ഉപദേശങ്ങൾ തരിക എന്നൊക്കെ. മോഹനേട്ടന് തെറ്റുകൾ പറ്റാതെ ആരും നോക്കും? ഗൃഹനാഥൻ. ഗൃഹനാഥന്റെ തെറ്റുകളൊന്നും പറ്റാറില്ലേ? എന്നല്ല, ആണുങ്ങൾക്ക് പൊതുവെ പെണ്ണുങ്ങളെക്കാൾ പ്രായോഗിക ബുദ്ധിയുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നന്നായി അറിയാവുന്നത് ആണുങ്ങൾക്ക്. അതുകൊണ്ടാണ് ഒരു പ്രശ്നം വരുമ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ സഹായം ചോദിക്കുന്നത്. എന്റെ ഒരു കാര്യത്തിന് ഞാൻ മോഹനേട്ടന്റെ സഹായം ചോദിക്കാറേ ഇല്ല. എത്രയോ കാര്യങ്ങൾക്ക് നീ എന്റെ സഹായം ചോദിച്ചിരിക്കുന്നു. അയ്യോ, ഏത് കാര്യത്തിന്? അത് പറ. അങ്ങനെ ചോദിച്ചാ കഴിഞ്ഞ ആഴ്ച ബെഡ്റൂമിലെ ബൾബ് ഫീസ് ആയപ്പോൾ അത് മാറ്റിയിട്ട് തരാൻ നീ എന്നോട് പറഞ്ഞില്ലേ? ഇതിനെയാണോ മോഹനയുടെ സഹായം എന്ന് പറയണത്? ബെഡ്റൂമിലെ ലൈറ്റ് മാറ്റിയിടുന്നത് എന്റെ മാത്രം ആവശ്യമായിരുന്നോ? മോഹനേട്ടന്റെ ആവശ്യത്തിന് മോഹനേട്ടൻ ലൈറ്റ് മാറ്റിയിട്ടു. ഉത്തമനെത്തിയല്ലോ. വല്ല കേസുമായിട്ട് വന്നായിരിക്കും. ഇനിയിപ്പോ ആ കേസ് ഏൽക്കുന്നതിന് മുന്നേ ഞാൻ മോഹനേട്ടനോട് ഉപദേശം വല്ലതും ചോദിക്കേണ്ടി വരുമോ എന്തോ അറിഞ്ഞൂടാ. നമസ്കാരം ഡോക്കില്ലേ? സാറല്ലേ? സാറിനെ കാണാനാണോ തോന്നുന്നത്? അല്ല, സാറിനെ കാണാത്തോണ്ട് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. സാറ് അവിടെ കുറച്ച് തിരക്കിലാണ്. ഭർത്താക്കന്മാർ ഭാര്യമാരെ സഹായിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള വിഷയത്തിൽ സാർ ഒരു ഗവേഷണം നടത്തുകയാണ്. മനസ്സിലായില്ല. ഉത്തമ, സ്വന്തമായി ജോലിയും വരുമാനമുള്ള ഭാര്യമാർ ഭർത്താക്കന്മാരെ ബഹുമാനിക്കാത്ത ഭയങ്കരികളാണ് എന്നാണ് സാറിന്റെ ഒന്നാമത്തെ കണ്ടുപിടുത്തം. അത്രയും ഭയങ്കരികളായിരുന്നിട്ടും അവരെ അവരുടെ ഭർത്താക്കന്മാർ കാര്യമായി സഹായിക്കാറുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടുപിടുത്തം. എനിക്ക് മനസ്സിലായില്ല ഏട്ടാ. ശരിക്കും തെളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ എന്നെ ഒരുപാട് കാര്യങ്ങളിൽ സഹായിക്കാറുണ്ട് എന്നുള്ളതാണ് കാര്യം. പക്ഷെ ഏതൊക്കെ കാര്യങ്ങളിലാണ് സഹായിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പാവം മോഹനേട്ടൻ നക്ഷത്രണ്ടി പോയി. അങ്ങനെ ഒരു സഹായം കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ നടക്കാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നുള്ള ആലോചനയിലാണ്. നീ എന്താ പറഞ്ഞത്? ഞാൻ നിനക്ക് ഒരു സഹായവും ചെയ്തിട്ടില്ലായിരുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമസ്കാരം സാർ. മോഹനേട്ടൻ എനിക്ക് ചെയ്ത ആ സഹായം ഏതാണ് എന്നൊന്ന് ഞാൻ പറയാൻ പറഞ്ഞു. മോഹനേട്ടന് പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറയാം. ഇന്നലെ ഇവിടെ വന്ന ഓമനക്കുട്ടന്റെ കാര്യം നീ മറന്നുപോയോ? കേട്ടോ? നമസ്കാരം സാർ. ഇന്നലെ ഓമനക്കുട്ടൻ എന്നൊരാൾ ഇവളെ കാണാൻ വന്നിരുന്നു. ഇതിനു മുമ്പ് ഏതോ ഒരു കേസ് ഇവൾ അയാൾക്ക് വേണ്ടി വാദിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്നലെ വന്നത് ഒരു തല്ല് കേസിന്റെ കാര്യം പറയാനായിട്ടാണ്. വക്കീൽ എന്നെ സഹായിച്ചേ പറ്റൂ. എനിക്ക് വേറെ വലിയ വക്കീലന്മാരെ ഒന്നും പരിചയമില്ല. എനിക്കെല്ലാം മനസ്സിലായി. പക്ഷെ ഇത്തരം കേസുകൾ ഞാൻ വാദിക്കാറില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറയണത്. ഓമനക്കുട്ടൻ പോയി വേറെ ഏതെങ്കിലും ഒരു വക്കീലിനെ കാണുന്ന തന്നെയായിരിക്കും നല്ലത്. രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനായി SI വിക്രമ സാർ പറഞ്ഞിരിക്കുന്നേ. ഞാൻ അങ്ങോട്ട് ചെന്ന അവരെന്നെ പിടിച്ചകത്തിടും. വക്കീലിനാകുമ്പോ വിക്രമ സാറിനെ പരിചയമുണ്ടല്ലോ.
എന്റെ കൂടെ ഒന്ന് വന്നാ അപ്പൊ തന്നെ ജാമ്യം കിട്ടും. എനിക്ക് പറ്റില്ല ഓമനക്കുട്ട, വേറെ തിരക്കുണ്ട്. അങ്ങനെ പറയരുത്. വക്കീൽ എന്നെ കൈവിട്ട എന്റെ കാര്യം പോക്ക. വക്കീൽ ഈ കേസ് ഏറ്റെടുത്തേ പറ്റൂ. ഭാമയ്ക്ക് കേസ് വാദിക്കാൻ ഒരു താല്പര്യമില്ല. പക്ഷെ അയാളാണെങ്കിൽ ഒരേ വാശി. സത്യഭാമ വക്കീൽ തന്നെ കേസ് വാദിക്കണം എന്ന്. എത്രയൊക്കെ പറഞ്ഞിട്ടും അയാൾ പോകാതെ വന്നപ്പോൾ ഇവൾ അഡ്വക്കേറ്റ് സത്യഭാമ അന്ന് എന്നോട് പറഞ്ഞു സഹായിക്കണം എന്ന്. മോഹനേട്ട, ഞാൻ എത്ര പറഞ്ഞിട്ടും ആ ഓമനക്കുട്ടൻ പോകുന്നില്ല. മോഹനേട്ടൻ അയാളെ പറഞ്ഞോട്ട്. നീ വലിയ കൊമ്പത്ത് വക്കീലല്ലേ, എന്നിട്ട് വീട്ടിൽ നിന്ന് ഒരാളെ പറഞ്ഞോട് അറിയില്ല. ഇറങ്ങി പോകാൻ പറയാം, പക്ഷെ വെറുതെ പിണക്ക് വിടണ്ടല്ലോ എന്ന് ഓർത്തിട്ടില്ലേ. കോടതിയിലെടുത്ത് ബേക്കറി നടത്തുന്ന ആ പുഷ്പാഗതൻ ചേട്ടന്റെ അനിയനാണ് ഇയാള്. വഴക്ക് പറഞ്ഞു വിടണ്ട. നിനക്ക് അത്ര വേണ്ടപ്പെട്ട ആളാണ് നീ ആ കേസങ്ങ് വാദിക്കുക. അതൊന്നും ശരിയാവില്ല. ഒന്നാമതൊരു സാധാ തല്ലി കേസ്, രണ്ടാമത് കേസ് വാദിച്ചിട്ടുണ്ടെങ്കിൽ ഓമനോട് കാശ് തരില്ല. പണ്ടിയാടൊരു കേസ് ഞാൻ വാദിച്ചിട്ട് എനിക്ക് 1 രൂപ പോലും തന്നിട്ടില്ല. പിന്നെ പുഷ്പാഗതൻ ചേട്ടനാണ് പല തവണകളായിട്ട് എനിക്ക് കാശ് തന്നു തീർത്തത്. കേസ് വാദിക്കുകയും വേണം, കാശിനായി പുറകെ നടക്കുക എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണോ? ശരി, ഈ പ്രശ്നം ഞാൻ തീർത്തു തരാം. പിന്നെ ഞാൻ ഒട്ടും മടിച്ചില്ല. എന്റെ ഭാര്യ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ സഹായിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചത്. നമസ്കാരം. ഞാൻ ഓമനക്കുട്ടൻ. ഒരു കേസിന്റെ കാര്യം പറയാൻ വന്നതാ. ശരി, എന്ത് കേസ്? സാറേ, എന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ശങ്കരൻകുട്ടി കൊണ്ട് വലിയ ശല്യവാ. എന്നെ കാണുമ്പോ വെറുതെ ചീത്ത വിളിക്കാൻ വരും. സഹി കെട്ടപ്പോ ഇന്നലെ അവന്റെ കരണം നോക്കി ഒരു ഒറ്റ അടി കൊടുത്തു. അവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി എഴുതി കൊടുത്തു. SI വിക്രമ സാറ് ഒരു കോൺസ്റ്റബിളിനെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ അവിടെ ചെന്നാ അവരെന്നെ പിടിച്ചകത്തിടും. വക്കീൽ കൂടെ വന്നാ പ്രശ്നം ഉണ്ടാവില്ല. ഓമനക്കുട്ടാ, എന്റെ ഭാര്യ ഈ നിൽക്കുന്ന സത്യഭാമ കേരളത്തിലെ തന്നെ ഏറ്റവും സമർത്ഥയായ ഒരു വക്കീലാണ്. അവളെ കൊണ്ട് ഒരു കേസ് വാദിപ്പിക്കാനായി ഓരോ ദിവസവും എത്ര പേരാണ് എന്നെ വിളിക്കുന്നത് അറിയാമോ? കൊലക്കേസുകൾ, വധശ്രമ കേസുകൾ, അങ്ങനെ വലിയ വലിയ കേസുകൾ. അത്തരം കേസുകൾ വാദിക്കുന്ന അഡ്വക്കേറ്റ് സത്യഭാമയാണ് ഈ നിൽക്കുന്നത്. അങ്ങനെ ഒരാൾ ഈ തല്ലി കേസ് വാദിക്കണമെന്നാണോ പറയുന്നത്? സാറേ, എനിക്ക് വേറെ വക്കീലന്മാരൊന്നും പരിചയമില്ല, അതുകൊണ്ടാ. അതെന്റെ പ്രശ്നമല്ലല്ലോ. എന്റെ ഭാര്യയെ പോലൊരു വക്കീലിന് വലിയ വലിയ കേസുകളെ വാദിക്കാൻ പറ്റും. അതുകൊണ്ട് പൊയ്ക്കോളൂ. സാറേ, ഓമനക്കുട്ടന് പറഞ്ഞാൽ മനസ്സിലാകില്ലേ? ഇനിയും ഈ കേസിന്റെ കാര്യം പറഞ്ഞ് ഭാമയെ ശല്യപ്പെടുത്താനാണ് പരിപാടിയെങ്കിൽ എവിടെ ഒരു തല്ലി കേസ് ഉണ്ടാവും. ആ കേസ് എനിക്ക് വേണ്ടി എന്റെ ഭാര്യ അഡ്വക്കേറ്റ് സത്യഭാമ വാദിക്കേണ്ടി വരും. മനസ്സിലായോ? സാർ, പോകാൻ പറഞ്ഞ പോണം. പോയോ? ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമല്ലേ? പറയൂ. പറഞ്ഞത് സത്യമാ. നിനക്ക് ഞാൻ ഒരു സഹായവും ചെയ്തു തന്നിട്ടില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണോ? അങ്ങനെ പറഞ്ഞു. അയ്യോ, നിനക്കൊരു ധാരണയുണ്ട്. അടുക്കളയിൽ കയറി ചോറും കറിയും വെക്കുന്നതും തുണി അലയ്ക്കുന്നതും തേക്കുന്നതും ഒക്കെയാണ് വലിയ കാര്യങ്ങളെന്ന്. അതൊക്കെ നീ തന്നെ ചെയ്യുന്നത് കൊണ്ട് നീ വലിയ ആളാണെന്നും അത് തെറ്റാണ്. പുറത്തു നിന്നൊരാൾ വന്നപ്പോൾ അയാളെ കൈകാര്യം ചെയ്യാൻ മോഹനേട്ടൻ സാർ തന്നെ വേണ്ടി വന്നു. അതും നിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ. ആമേ, ആണുങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് എന്ന് നീ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഓ ശരി, അറിയാം. എന്റെ പൊന്നെ, കുറച്ച് പാടുപെട്ടിട്ടായിരുന്നല്ലേ സംഗതി സാറ് ഓർത്തെടുത്തല്ലോ വക്കീലേ. അതെ, ഇനി തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ല. അയ്യോ, ഞാൻ വന്ന കാര്യം പറയാൻ മറന്നുപോയി. എന്താ? ആ ദിനേശനെ സർക്കാർ അനുവദിച്ച നഷ്ടപരിഹാരം ഇതുവരെ കിട്ടിയിട്ടില്ല. അവന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ 10ന്റെ പൈസ പോലും ഇല്ല വക്കീലെ. കോടതി വഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാവോ? ഞാൻ നോക്കാം. ഓ
ദിനേശനോട് എന്നെ വക്കീലാഫീസിൽ വന്നൊന്ന് കാണാൻ പറ. നാളെ മതി. ആ ശരി വക്കീലെ. ശരി. അപ്പൊ പിന്നെ നിങ്ങളുടെ തർക്കം നടക്കട്ടെ. എന്തായാലും വക്കീലൊരു ചെറിയ ക്ഷീണം പറ്റിയിട്ടുണ്ട്. അതെങ്ങനെ തീർക്കാമെന്ന് ആലോചിക്ക്. ഇന്നലെ മോഹനട്ടൻ എന്തോ അന്തം വിട്ട സഹായം എനിക്ക് ചെയ്തതെന്ന് പറഞ്ഞുല്ലോ. അതെന്താണെന്ന് എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. ഇതിൽ മനസ്സിലാക്കാൻ എന്താ ഉള്ളത്? നിനക്ക് ആ കേസ് വാദിക്കാൻ പറ്റില്ല എന്ന് എത്ര പ്രാവശ്യം നീ പറഞ്ഞു? ഓമനക്കുട്ടൻ കേട്ടോ? വക്കീൽ തന്നെ വാദിക്കണം, വക്കീൽ തന്നെ വാദിക്കണം, വക്കീൽ തന്നെ വാദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഞാൻ ചെന്നപ്പോൾ കാര്യത്തിന് ഒരു തീരുമാനമുണ്ടായി. അത് അത്ര വലിയ തീരുമാനമൊന്നും ആയിരുന്നില്ല. മോഹനേട്ടൻ ചെയ്ത പോലെ ചെയ്യാനേ അത്ര വലിയ സാമർത്ഥ്യം ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ മോഹനേട്ടനോട് പറഞ്ഞത് അയാളെ നയത്തിൽ പറഞ്ഞു ഒഴിവാക്കാനാണ്. പക്ഷെ മോഹനേട്ടൻ ചെയ്തെന്താണ്? ഞാൻ ഓമനക്കുട്ടനെ നയത്തിൽ പറഞ്ഞു ഒഴിവാക്കുകയാണല്ലോ ചെയ്തത്. അല്ലല്ലോ, ദേഷ്യപ്പെട്ട് ഒഴിവാക്കാൻ എന്നെ കൊണ്ടും പറ്റുമായിരുന്നു. ഓമനക്കുട്ട, എനിക്ക് ആ കേസ് വാദിക്കാൻ പറ്റില്ല, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഓമനക്കുട്ട അപ്പൊ ഇവിടുന്ന് ഇറങ്ങിയേനെ. അങ്ങനെ ഒരു പിണക്കം വേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ മോഹനേട്ടനെ ഏൽപ്പിച്ചത്. മോഹനേട്ടൻ അപ്പൊ എന്താണ് ചെയ്തത്? നിന്നെ പോലുള്ള ആളുകളുടെ നിസാര തല്ലി കേസുകൾ വാദിക്കലല്ല എന്റെ ഭാര്യയുടെ ജോലി എന്ന് പറഞ്ഞ് ഒരട്ടഹാസമല്ലേ നടത്തിയത്. അത് ആരെ കൊണ്ട് ചെയ്യാൻ പറ്റൂലോ. അമ്മേ, കാര്യം നടക്കുക എന്നുള്ളതാണ് പ്രധാനം. നിനക്ക് ഓമനക്കുട്ടനെ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നല്ലോ ആവശ്യം. അത് നടന്നു. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും എന്നാണ് ശാസ്ത്രം. എന്തായാലും ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് സന്തോഷമായി. മോഹനേട്ടൻ എന്നെ ഒരു വക്കീലായിട്ട് അംഗീകരിച്ചല്ലോ. ഇത്രയും നാളും എനിക്ക് കേസൊന്നും വാദിക്കാൻ അറിയില്ല, ഞാനൊരു കഴിവില്ലാത്ത വിഡ്ഢിയാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന അതേ മോഹനേട്ടൻ തന്നെ ഓമനക്കുട്ടന്റെ മുഖത്ത് നോക്കി എന്റെ ഭാര്യ സത്യഭാമ കേരളത്തിലെ തന്നെ എണ്ണം പറഞ്ഞ വക്കീലന്മാരിൽ ഒരാളാണ് എന്ന് പറഞ്ഞല്ലോ. അതിൽ വളരെ സന്തോഷം. ഒരു കാര്യം സാധിക്കാനായി ചിലപ്പോൾ ചില നുണകളൊക്കെ പറഞ്ഞേണ്ടി വരും. ഇതങ്ങനെ കൂട്ടിയാൽ മതി. ഓമനക്കുട്ടനെ ഒഴിവാക്കാനായി പറഞ്ഞൊരു കള്ളം നിന്നെ പറ്റിയുള്ള എന്റെ ധാരണയാക്കി വളച്ചൊടിക്കരുത്. അതാരാ? നമസ്കാരം. ഓമനക്കുട്ടനോ? പിന്നെ മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? എന്താ ഓമനക്കുട്ടാ? ഞാൻ ആ കേസിന്റെ കാര്യം ഒന്ന് പറയാൻ വന്നതാ. ഏത് കേസിന്റെ കാര്യം? അല്ല, ശങ്കരൻകുട്ടിയുമായിട്ടുള്ള കേസിന്റെ കാര്യം. ആ കേസിന്റെ കാര്യം ഇന്നലെ പറഞ്ഞാണല്ലോ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഇത്തരം നിസാര കേസുകൾ വാദിക്കാനല്ല ഞാൻ എന്റെ ഭാര്യ സത്യഭാമയെ പഠിപ്പിച്ച് വക്കീലാക്കിയതെന്ന്. ശരിയല്ലേ? അതെ. പിന്നെയും ആ കേസിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നെന്തിനാണ്? ഓമനക്കുട്ട, ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വില്ലേജ് ഓഫീസർ. അങ്ങനെയുള്ള ഞാൻ ഒരു കാര്യം നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് തന്നെയാണ് അർത്ഥം. മനസ്സിലായോ? ഞാനൊന്ന് പറയട്ടെ സാറേ. ഓമനക്കുട്ട, ഇനി ഒരു അക്ഷരം ഇടരുത്. ഈ നിൽക്കുന്ന ഭാമ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഇവളെ നിരന്തരം ശല്യം ചെയ്ത് കേസ് ഏൽപ്പിക്കാമെന്നൊരു ധാരണ ഓമനക്കുട്ടനുണ്ട്. അത് ഇവിടെ നടക്കില്ല. കാരണം ഇവളുടെ ഭർത്താവായ ഞാൻ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും ഇവളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അവളെ ഞാൻ സഹായിക്കില്ല എന്നും എന്റെ സഹായം അവൾക്ക് വേണ്ട എന്നും ഒക്കെ പലർക്കും ചില തോന്നലുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് സത്യമല്ല. സാറേ, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ല. വന്ന കാര്യം പറഞ്ഞല്ലോ. ശങ്കരൻകുട്ടിയെ ഓമനക്കുട്ടൻ തല്ലി. അതിന്റെ പേരിൽ ശങ്കരൻകുട്ടി ഓമനക്കുട്ടനെതിരെ കേസ് കൊടുത്തു. അതാണല്ലോ കേസ്. അത് ഇന്നലത്തെ കേസായിരുന്നു സാറേ. ഇന്നത്തെ കേസ് അതല്ല. ഇത് വേറെ കേസാണോ? ഇന്നലെ SI വിക്രമൻ സാറ് എന്നോട് പോലീസ് സ്റ്റേഷൻ ചെല്ലാൻ പറഞ്ഞിരുന്നല്ലോ. ഞാൻ പോയില്ല. പോയാൽ എന്നെ പിടിച്ചകത്തിട്ടാലോ? ഇന്നലെ വൈകിട്ട് ജോണിക്കുട്ട ഷാപ്പിൽ നിന്ന് കള്ളും കുടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ദാ വരുന്നു ശങ്കരൻകുട്ടി. അവനെ കണ്ടതും എനിക്ക് ദേഷ്യം വന്നു. അവനിട്ട് ഒന്നുകൂടി കൊടുത്താലോ എന്ന് ആലോചിച്ചതാ. പക്ഷെ അങ്ങനെ ചെയ്താലേ അതൊരു പെറ്റി കേസല്ലേ ആവുള്ളൂ. അതുകൊണ്ട് ഞാൻ ജോണിക്കുട്ടിയുടെ ഷാപ്പിൽ കയറി ഒരു വെട്ടുകത്തി എടുത്ത് റോഡിലേക്ക് ഒരു ഒറ്റ ചാട്ടം. ശങ്കരൻകുട്ടി ഓടി, ഞാൻ പുറകെ.
അങ്ങനെ ഞാൻ അവനെ ഓടിച്ചിട്ട് പിടിച്ച് ഒരു 4-5 വെട്ടം വെട്ടി. ആൾക്കാർ പിടിച്ചു മാറ്റിയതുകൊണ്ട് ചത്തില്ല. ആളിപ്പോ ആശുപത്രിയില്ല. ഇനി ഈ കേസ് വാദിക്കില്ലെന്ന് വക്കീൽ പറയരുത്. സംഗതി ഇപ്പൊ വധശ്രമ കേസാ. ഈ തല്ല് കേസല്ലാതെ വക്കീലിനെ കൊണ്ട് വാദിക്കാൻ പറ്റുന്ന വലിയ കേസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നാ വക്കീലിനെ കൊണ്ട് വാദിപ്പിക്കാവുന്ന സാറ് വാക്ക് പറഞ്ഞല്ലേ. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. അവരെന്നെ കോടതിയിൽ ഹാജരാക്കുമ്പോ വക്കീൽ ജാമ്യം എടുക്കാൻ അവിടെ കാണണം. പിന്നെ മോഹനേശ്വർ സാർ ഒരു വാക്ക് പറഞ്ഞ വാക്കാണെന്ന എല്ലാരും പറയുന്നേ. ഞാൻ വരട്ടെ. ഈശ്വര, ഇവൻ ഒരു സാധാ തല്ല് കേസ് ഒരു വധശ്രമ കേസാക്കി മാറ്റിയല്ലേ? എന്നോ? പിന്നെ ആര്? മോഹനേട്ടനല്ലേ അവനോട് കേസിന്റെ കടുപ്പം കൂട്ടിയിട്ട് വാ എന്ന് പറഞ്ഞത്? ഇന്നലെ ഓമനക്കുട്ടനെ പറഞ്ഞു വിട്ട് എന്നെ സഹായിച്ചു. ഇന്നിപ്പിതാ നല്ലൊരു കേസ് ഉണ്ടാക്കി തന്ന് എന്നെ സഹായിച്ചു. ഇതിനെയാണ് ആണുങ്ങളുടെ സഹായമില്ലാതെ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഈ കേസിന്റെ ഫീസ് മോഹനേട്ടൻ തരേണ്ടി വരുമെന്ന് മാത്രം. പിന്നെ ഭാര്യയെ സഹായിക്കണമെന്ന നല്ല ഉദ്ദേശത്തിൽ വില്ലേജ് ഓഫീസർ ചെയ്തു വെച്ചതാണ് വിനയായത്. സാരമില്ല, പാവം അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ. നല്ല ഉദ്ദേശം വെച്ച് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇങ്ങനെയുള്ള ദുരന്തത്തിലാണ് അവസാനിക്കുക എന്ന് ആശ്വസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.